ഹലോ. അപ്പൊ വീണ്ടും ഒരു പരീക്ഷണമായിട്ടാണ് വന്നത്. യൂട്യൂബിൽ വീഡിയോ കണ്ടിരുന്നു, നമ്മൾ പാലിൽ നിന്ന് അല്ലെങ്കിൽ പാൽപ്പാടയിൽ നിന്ന് നമുക്ക് നെയ്യ് ഉണ്ടാക്കി എടുക്കാമെന്ന്. അപ്പൊ ഇവിടെ വീട്ടിൽ നമ്മൾ സാധാരണ പാലുകളൊക്കെ മേടിക്കും. അപ്പൊ അതിൽ നിന്ന് പാട വരാൻ ചാൻസ് ഉണ്ട് അല്ലെ? പാല് കാച്ചുമ്പോൾ പാട വരാൻ ചാൻസ് ഉണ്ട്. ആ പാട നമ്മൾ സാധാരണ എടുത്ത് കളയാറാണ്. ഇനി എടുത്ത് കളയാതെ അത് സൂക്ഷിച്ചു വെച്ച് അതിൽ നിന്ന് നമുക്ക് വളരെ ഒരു ചെലവില്ലാതെ നമുക്ക് നെയ്യ് ഉണ്ടാക്കി എടുക്കാം എന്നായിരുന്നു വീഡിയോ. അപ്പൊ അത് ഏതായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഇത് ഞാൻ ഇവിടെ കുട്ടികൾക്ക് വേണ്ടി മേടിക്കുന്ന പാലാണ്. ഇത് അരക്കുപ്പിയാണുള്ളത്. എനിക്ക് തോന്നുന്നത് ഏകദേശം 500 ml അരക്കുപ്പിയാണ്. ഒരു ഗ്ലാസ് എന്നൊക്കെ പറയുന്ന അളവാണ്. അപ്പൊ അത്രയും പാലാണ് മേടിക്കല്. അപ്പൊ ആ പാല് മേടിച്ചിട്ട് ഇന്നത്തേക്ക് 1 മാസം തികയാണ്. 1 മാസം തികഞ്ഞു. അപ്പൊ 1 മാസം ഞാൻ ശേഖരിച്ച പാൽപ്പാടയാണ്. 1 മാസം കൊണ്ട് ഞാൻ ശേഖരിച്ച പാൽപ്പാടയാണ്. അതായത് നമ്മൾ പാല് തിളയ്ക്കാൻ വെച്ചിട്ട് എന്ത് ചെയ്യാം, പാല് തിളച്ചതിന് ശേഷം അങ്ങനെ തന്നെ വെക്കുക. പാല് ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ വെക്കുക. അപ്പൊ ആ പാലിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ പാട കിട്ടില്ലേ? ഈ പാട ഇങ്ങനെ ശേഖരിച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ അടച്ചു വെക്കുക. അടച്ചു വെക്കുമ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അതും ഫ്രീസറിൽ തന്നെ വെക്കണം. പിന്നെ അപ്പൊ ഇതുപോലെ ഞാൻ 1 മാസം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത പാൽപ്പാടയുടെ കളക്ഷനാണിത്. അപ്പൊ ഇത്രയേ കിട്ടിയുള്ളൂ കേട്ടോ, എനിക്ക് ഇത്രയേ കിട്ടിയുള്ളൂ. പിന്നെ ഓരോ പാലിന്റെ ഇതുപോലെ ഇരിക്കും തോന്നുന്നു നെയ്യിന്റെ അളവ്. പാലിന്റെ നെയ്യ് കൂടിയ പാലും കുറഞ്ഞ പാലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഇത്രയാണ് 1 മാസം കൊണ്ട് കിട്ടിയത്. ഇനിയിപ്പോ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് നെയ്യ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് നേരം നമ്മൾ ഇത് പുറത്തെടുത്ത് വെക്കുക. ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് അതിന്റെ കട്ടയൊക്കെ മാറി ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം അതിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതിൽ നിന്ന് നമുക്ക് വെണ്ണ ശേഖരിക്കാം. 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ ഉരുക്കിയിട്ട് നെയ്യ് ഉണ്ടാക്കുന്ന ആളുകളെയും കണ്ടു. അതേപോലെ ഇതിൽ നിന്ന് വെണ്ണ ശേഖരിച്ചിട്ട് അതിൽ നിന്ന് നെയ്യ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഏതായാലും ഇതിൽ നിന്ന് വെണ്ണ എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അടിച്ചപ്പോ ഈ ഒരു അവസ്ഥയിലാണ് വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ആകെ പെട്ടു. കാരണം ഇത് എനിക്ക് നെയ്യൊന്നും പുറത്ത് കാണാൻ പറ്റുന്നില്ല. അതായത് മുകളിൽ നെയ്യ് ഇങ്ങനെ പൊന്തി വരുന്ന കണ്ടത്, പക്ഷെ അതൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ ആകെ പെട്ടു എന്നുള്ള അവസ്ഥയായി. വീണ്ടും ഞാൻ കുറച്ച് എന്ത് ചെയ്തു, 2ആയിട്ട് മാറ്റി കുറച്ച് പിന്നെ മിക്സിയുടെ ജാറിലിട്ട് അതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ചപ്പോ വെണ്ണ മുകളിൽ വന്നു. അപ്പൊ അത് ഞാൻ ഒരു വെള്ളത്തിലൂടെ കഴുകിയതിന് ശേഷം നല്ലൊരു അടികട്ടിയുള്ള പാത്രം, ഞാനൊരു അലൂമിനിയം പാത്രം എടുത്തു. അപ്പൊ അത് സൈഡിൽ നിന്ന് അമ്മ അച്ചാറിന്റെ പരിപാടിയാണ്. അപ്പൊ ഇത് വീഡിയോ എടുക്കുന്നില്ലെന്ന് ചോദിച്ചപ്പോ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ്. ഓണത്തിന് ബീട്രൂട്ട് അച്ചാറാണ്. ഇനി നമുക്ക് കിട്ടിയ വെണ്ണയൊക്കെ ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഈ വെണ്ണ നമ്മൾ കൈ പിന്നെ വിടാതെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ കുറച്ച് പതഞ്ഞൊക്കെ വരും. ആ പതയൊക്കെ മാറി ഇതിന്റെ കളറൊക്കെ മാറി ഒരു ബ്രൗൺ നിറാകുമ്പോഴാണ് ഇത് യഥാർത്ഥ പാകം എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കുറച്ച് സമയം. അപ്പൊ ഒരുപാടുണ്ടെങ്കിൽ കുറച്ചധികം സമയം എടുക്കും. പക്ഷെ ഇത് കുറച്ചേ ഉള്ളൂ അല്ലെ, കണ്ണു മനസ്സിലാകുന്നുണ്ട്, കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇതെന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് തന്നെ അധികം സമയമില്ലാതെ എനിക്ക് ഈ ഒരു കളറൊക്കെ മാറിയിട്ട് ഒരു ബ്രൗൺ നിറായിട്ട് കിട്ടി. ഇതാണ് ഏകദേശം ഇതിന്റെ പാകം. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ നെയ്യ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 50 ഗ്രാമേ ഉള്ളൂ കേട്ടോ. അപ്പൊ കുറച്ചല്ലേ ഉള്ളൂ. 1 മാസത്തെ കളക്ഷൻ കുറവായിരുന്നു. അപ്പൊ അതൊരു 50 ഗ്രാമിന് കുറച്ച് മുകളിലുണ്ടാവും. 100 ഗ്രാം എത്തില്ല, എന്നാലും 50 ഗ്രാമിന്റെ കുറച്ച് മുകളിലായിട്ട് നമുക്ക് നെയ്യ് കിട്ടി. എങ്കിലും കുഴപ്പമില്ല. നമുക്ക് കുട്ടികൾക്കൊക്കെ വീട്ടില് അത്യാവശ്യം പിന്നെ നെയ്യൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. 1 മാസത്തേക്കുള്ള നെയ്യൊക്കെ ഇത് മതിയാവും. അപ്പോൾ അത്യാവശ്യം അവർക്ക് നെയ്യ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ശുദ്ധമായ നെയ്യ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ധാരാളമാണ്, ഒരു 50 ഗ്രാം നെയ്യ് ധാരാളമാണ് അവർക്ക്. അപ്പം സത്യമാണ് കേട്ടോ, ഇങ്ങനെയൊക്കെ നമുക്ക് എളുപ്പപ്പണി ചെയ്യാം. പെട്ടെന്നൊക്കെ വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കി എടുക്കാം. അപ്പൊ ഇതുവരെ ഇത് പരീക്ഷിക്കാത്ത ആളുകൾ, വീട്ടിൽ പാല് വാങ്ങുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പൈസ ചെലവ് ചെയ്യാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കി എടുക്കാം. അപ്പൊ ഇത് പരീക്ഷിക്കാത്ത ആളുകൾക്ക് ധൈര്യമായിട്ട് പരീക്ഷിക്കാം. കാരണം ഞാൻ പരീക്ഷണത്തിൽ വിജയിച്ചു. അപ്പൊ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും, നെയ്യ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതിൽ ചിലർ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്ന കാണാം കേട്ടോ, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുന്ന കാണാം. പിന്നെ ഞാനൊന്നും ചേർത്തില്ല. ഇതേപോലെ തണുത്തതിന് ശേഷം ഒരു ബോട്ടിലാക്കിയിട്ട് സൂക്ഷിച്ചു വെച്ചാണ്. അപ്പൊ അത്യാവശ്യം അവർക്ക് ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോ നെയ്യ്. അപ്പം ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം.